സ്വർണ്ണക്കടത്ത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കും. അത് സ്വാഭാവികമാണ്. നയതന്ത്ര വഴിയിലൂടെ നടന്ന കേസാകുമ്പോൾ ആ ഏജൻസികളുടെ എണ്ണം കൂടുകയും ചെയ്യും. ഉദ്യോഗസ്ഥ ഒത്താശയെന്ന ആരോപണവും ചേരുമ്പോൾ പിന്നെയും ഏജൻസികൾ എത്തും. അങ്ങനെയാണ് കസ്റ്റംസ്, NIA, ED, CBI ഇവരെല്ലാം തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിലെത്തുന്നത്. ഒപ്പം എല്ലാ മറയും നീങ്ങാൻ ഏത് അന്വേഷണ ഏജൻസിയും വരട്ടെ എന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞിരുന്നു. പ്രതിപക്ഷം CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നു. ഏത് അന്വേഷണം വേണമെന്ന് കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കുന്നത്. ഏത് അന്വേഷണമായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ സമ്മതമാണ്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് ഇത്രയും അന്വേഷണ ഏജൻസികൾ സ്വർണ്ണക്കടത്ത് കേസിലേക്ക് എത്തിയത്. എണ്ണിപ്പറഞ്ഞാൽ കസ്റ്റംസ്, NIA, ED, റോ, CBI, NCB, IB, ഇൻകം ടാക്സ്, വിജിലൻസ്, പിന്നെ കേരള പോലീസ്. ഇത്രയും പേർ കടത്തിലെ പല ചോദ്യങ്ങൾക്കും ഉത്തരം തിരിഞ്ഞു. ഇനി എപ്പോഴാണ് അന്വേഷണത്തിനെതിരെ സർക്കാർ മുന്നോട്ട് വന്നത്? തെളിവുകൾക്കപ്പുറം തിരക്കഥയാണ് അന്വേഷണ ഏജൻസികളെ നയിക്കുന്നതെന്ന ആക്ഷേപം എപ്പോൾ മുതലാണ് എത്തിയത്? ഒരേ ഒരു കേസ്, 10ഓളം ഏജൻസികൾ, 100ഓളം ചോദ്യങ്ങൾ, 1000 വിവാദങ്ങൾ. ഇന്ന് നമ്മൾ ശബ്ദരേഖയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. പക്ഷേ അതിനു മുമ്പ് ഈ അന്വേഷണ ഏജൻസികൾ ശബ്ദരേഖയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഏതാണ് എന്ന് കൂടി തിരിച്ചറിയണം. അത് ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യമെത്തി NIA ആണോ? ഈ കേസിൽ പണമിടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് സ്വർണ്ണക്കടത്തുമായി എത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണോ? ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട അനിലക്കര MLA പരാതി അന്വേഷിക്കാനെത്തിയ CBI ആണോ? ഇതിനെയെല്ലാം കൂടിയാലോചിച്ചുകൊണ്ടുള്ള രഹസ്യാന്വേഷണ ഏജൻസിയായ IB ആണോ? ഇൻകം ടാക്സ് ആണോ? റോ ആണോ? സംസ്ഥാന സർക്കാരിന്റെ വിജിലൻസ് ആണോ? കേരള പോലീസ് ആണോ? വിരിച്ചിട്ടാൽ എന്റെ മുന്നിൽ ഇങ്ങനെ നിരന്നിരിക്കും ഈ 10ഓളം ഏജൻസികൾ. ഒരൊറ്റ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ അത് 2 സംസ്ഥാനത്തിൻ്റെതും ബാക്കിയെല്ലാം കേന്ദ്രത്തിന്റെയും ഏജൻസികൾ. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതാദ്യമാണ് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരൊറ്റ കേസിന്റെ പുറത്ത് ഇത്രയും അധികം ഏജൻസികൾ വട്ടമിട്ടു പറക്കുന്നത്. അപ്പോൾ ഇതിൽ ഏത് ഏജൻസിയാണ് മുഖ്യമന്ത്രിക്കെതിരെ മൊഴി കൊടുക്കാൻ നിർബന്ധിക്കുന്നത് സ്വപ്ന സുരേഷിനെ എന്ന ചോദ്യം പ്രസക്തമാണ്. 10ഓളം ഏജൻസികൾ, അതിലേതിനെ കുറിച്ചാണ് സ്വപ്ന സുരേഷ് പറയുന്നത്? അഥവാ സ്വപ്ന സുരേഷ് പറയുന്നു എന്ന വ്യാജേന നമ്മുടെ മുന്നിലെത്തിയ ശബ്ദ സന്ദേശം പറയുന്നത് സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണ ഏജൻസികളെ കേന്ദ്ര സർക്കാർ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെതിരായി ഉപയോഗിക്കുന്നുവെന്നാണ് CPM-ന്റെ ഔദ്യോഗികമായ നിലപാട്. ഈ നിയമത്തിന്റെ വഴിക്ക് പോകുന്നതാണോ എന്നും നമുക്കറിയില്ല. ഈ കാണുന്നതെല്ലാം ആ ചോദ്യത്തിനെ ഇഴകീറി പരിശോധിക്കുന്നതാണ്. നമുക്ക് നോക്കാം. ഈ കടം കഥയിൽ ആദ്യം നമ്മൾ അന്വേഷിക്കാൻ പോകുന്നതും 10ഓളം ഏജൻസികൾ, 180ഓളം ദിവസം പിന്നിടുന്ന ഈ അന്വേഷണം ഇപ്പോൾ നിൽക്കുന്ന വഴിത്തിരിവാണ്. ആ വഴിത്തിരിവിലാണ് നമ്മുടെ കഥയും തുടങ്ങുന്നത്. കേൾക്കൂ. തെറ്റായ ദിശയിൽ നീങ്ങുന്ന രീതിയെ ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല. സംസ്ഥാന സർക്കാരിന്റെ അധികാരവും നയപരമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശവും ആർക്കു മുൻപിലും അടിയറ വെക്കുന്ന പ്രശ്നമില്ല. കേന്ദ്ര സർക്കാരും BJP-യും അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കേരളത്തിലെ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രി ക്ഷുഭിതനാകുന്നത് പലവട്ടം നമ്മൾ കണ്ടു. കടത്തന്വേഷിക്കാനെത്തിയവർ മറ്റെങ്ങുമില്ലാത്ത ആവേശം ഇവിടെ കാണിക്കുന്നുവെന്ന ആരോപണം അവിശ്വസനീയമല്ല താനും. ഏജൻസികൾ നടത്തിയ പല അന്വേഷണ രീതികളെയും നോക്കിയാൽ മുഖ്യമന്ത്രിയെ കൊടുക്കാനാകുമോ എന്നുള്ള നിലയിലേക്ക് അത് വഴിതിരിച്ചു വിടാൻ ശ്രമിച്ചു എന്ന് വ്യക്തമാവുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇതെല്ലാം പരിഗണിച്ച് തന്നെയാണ് ശക്തമായ പ്രതിരോധം ഇടതുപക്ഷം രൂപപ്പെടുത്തുക. എന്നാൽ അങ്ങനെ അനധികൃത നിയമനങ്ങൾ, കൺസൾട്ടൻസി ഇടപെടലുകൾ, കരാറുകൾ, വിദേശയാത്രകൾ, UAE കോൺസുലേറ്റുമായുള്ള വിവാദ ബന്ധങ്ങൾ എന്നിവയെല്ലാം ചികിഞ്ഞിട്ടതിനപ്പുറം അന്വേഷണം എങ്ങോട്ടു നീങ്ങി എന്നത് പരിശോധിക്കേണ്ടത് തന്നെയാണ്. ഒരന്വേഷണത്തിലും ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചതായി കാണാനാകില്ല. ഒപ്പം പരസ്പര വിരുദ്ധങ്ങളായ നിരീക്ഷണങ്ങൾ ധാരാളം ഉണ്ടുതാനും. സ്വപ്നയുടെ ലോക്കറിലെ പണത്തിന്റെ ഉറവിടം, വാട്സപ്പ് ചാറ്റുകൾ, വലിയ തെളിവുകൾ ഇതാ എന്നു പറഞ്ഞതിലെല്ലാം ഇന്ന് വൈരുദ്ധ്യങ്ങളുടെ ഘോഷയാത്ര കാണാം. തീരുന്നില്ല. ലൈഫിന് ശേഷം കിഫ്ബി, കെ-ഫോൺ, ഇ-മൊബിലിറ്റി തുടങ്ങിയ പദ്ധതികളെ വലിച്ചിട്ടതിലും പാളിച്ച മാത്രം ബാക്കി. അതായത് അന്വേഷണത്തിന്റെ ആദ്യ പകുതി നിയമവഴിയിൽ നടന്ന ഏജൻസികൾ, 2ാം പകുതിയിൽ രാഷ്ട്രീയ വഴിയിലെന്ന് സർക്കാർ ആരോപണം ഉന്നയിച്ചാൽ
അത് വെറുതെ വിട്ടുകളയാനാവാത്ത വിധം കേസിനെ ഏജൻസികൾ വളച്ചൊടിച്ചതായി ഇപ്പോൾ കാണാനാകും. കേന്ദ്രം കേരളത്തെ കണ്ണിടുന്നുവെന്നത് വാസ്തവമായിരിക്കെ അതുകൊണ്ട് തന്നെ പുതിയ ആരോപണങ്ങളെ ഗൗരവമായി തന്നെ കാണേണ്ടി വരും. അതുകൊണ്ട് തെളിവുകളിലൂന്നിയവർ തിരക്കഥയ്ക്ക് പിന്നാലെ നടന്നാൽ, ഫെഡറൽ തത്വങ്ങളെ മറന്നാൽ സംസ്ഥാന സർക്കാരിനോട് ഐക്യപ്പെടാതിരിക്കാൻ ആകില്ല. അപ്പോൾ ചോദ്യം ഇതാണ്: അന്വേഷണ ഏജൻസികൾ ഏതു വഴി, നിയമത്തിന്റെ വഴിയിലോ അതോ രാഷ്ട്രീയത്തിന്റെ വഴിയിലോ? സർക്കാർ വാദം ആദ്യം നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണ് പ്രധാനമായും സർക്കാർ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കുറിച്ച് പറയുന്നത്? സർക്കാരിനെ ഇകഴ്ത്തിക്കാട്ടാൻ അന്വേഷണ ഏജൻസികൾ ശ്രമിക്കുന്നുവെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ ഭാഗമായി പറയുന്നു പുറത്തേക്ക് വരുന്ന സെലക്റ്റീവായിട്ടുള്ള മൊഴികൾ. അതുവഴി സർക്കാരിന്റെ പ്രതിച്ഛായ മോശമാക്കാനുള്ള രാഷ്ട്രീയമായ ശ്രമത്തിൽ ഏർപ്പെടുന്നു ഈ അന്വേഷണ ഏജൻസികൾ. നമ്പർ 2, ഭരണഘടനയുടെ തത്വങ്ങളും അന്തസ്സത്തെയും ലംഘിക്കുന്നുവെന്നും ഫെഡറൽ സ്വഭാവത്തെ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടാണ് ഇഡിയുടെയും CBIയുടെയും ഏറ്റവും ഒടുവിൽ CAGയുടെയും കടന്നുകയറ്റം എന്നുകൂടിയാണ് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കുറിച്ചും ഭരണഘടനാ സ്ഥാപനങ്ങളെ കുറിച്ചും സർക്കാരിന്റെ നിലപാട്. ആൻഡ് നമ്പർ 3, ഏജൻസികൾ പ്രൊഫഷണൽ മാനദണ്ഡങ്ങൾ അട്ടിമറിക്കുന്നുവെന്നാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് സെലക്റ്റീവായി ചില മൊഴികൾ മാത്രം ലീക്ക് ചെയ്യപ്പെടുന്നതും അത് മാധ്യമങ്ങളിൽ എത്തുന്നതും എന്നും സർക്കാർ തിരിച്ചു ചോദിക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം നമ്പർ 4, ചിലർ ആഗ്രഹിക്കുന്ന വഴികളിലൂടെ അന്വേഷണം നടക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു അതിന് തൊട്ടു പിന്നാലെ തൊട്ടടുത്ത ദിവസങ്ങളിൽ അന്വേഷണ ഏജൻസി അതേ വഴിയിൽ നടക്കുന്നുവെന്ന സൂചനകൾ ഉണ്ടാവുന്നു. അപ്പോൾ ചിലരുടെ അന്വേഷണം ചിലരുടെ ആഗ്രഹപ്രകാരം നടക്കുന്നുവെന്ന സംശയമാണ് സർക്കാർ ഉന്നയിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം നമ്പർ 5, അന്വേഷണം ഒരു ഏജൻസി സ്വകാര്യമായി നടത്തേണ്ട കാര്യമുണ്ടോ? മുൻവിധിയുടെ അടിസ്ഥാനത്തിലാണ് തെളിവ് ശേഖരണ പ്രക്രിയ എന്നതാണ്. ഇതിൽ പ്രകടമായും കാണുന്നത് BJPയുടെ ഡൽഹിയിലുള്ള ഓഫീസിൽ വെച്ച് തന്നെ കേന്ദ്രമന്ത്രി ഒരഭിപ്രായം പുറപ്പെടുവിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ തെളിവ് ശേഖരണ പ്രക്രിയയുമായി അന്വേഷണ ഏജൻസി മുന്നോട്ട് പോകുന്നു എന്നുള്ളത്. അടുത്ത പോയിന്റ് വീണ്ടും സർക്കാരിന്റെ വാദത്തിൽ ഏറ്റവും പ്രസക്തമായി കാണുന്നത് ഈ മുൻവിധിയുടെ അടിസ്ഥാനത്തിലാണ് തെളിവ് ശേഖരണ പ്രക്രിയയെങ്കിൽ സ്വാഭാവികമായും സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുന്ന തരത്തിൽ, അത് താറടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥരെ കേസ് അന്വേഷണവുമായി നേരിട്ട് ബന്ധപ്പെടുന്നില്ലെങ്കിൽ പോലും ഫയലുകൾ സഹിതം എത്തിച്ചേരാൻ ചുരുങ്ങിയപക്ഷം ലൈഫ് മിഷൻ കേസിലെങ്കിലും CBI അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ ആവശ്യപ്പെടുന്നു, ED ആവശ്യപ്പെടുന്നു. അങ്ങനെ വിവിധ സ്പോൺസർമാരുടെ ലിസ്റ്റ് അടക്കം കൊണ്ടുചെല്ലാൻ ആവശ്യപ്പെടുമ്പോൾ അത് ഉദ്യോഗസ്ഥരുടെ മനോവീര്യത്തെ തകർക്കുന്നു. സർക്കാർ നയങ്ങളും പരിപാടിയും വിശകലനം ചെയ്യാൻ അനുവാദമില്ല. പക്ഷേ ഇതിലേക്ക് ED കടന്നു ചെല്ലുന്നു. ഈ സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഫ്ലാഗ്ഷിപ്പ് പരിപാടികളെ കുറിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും EDയുടെ മുന്നിൽ എത്തിക്കണം എന്നുള്ളത് സ്വാഭാവികമായും സർക്കാരിന്റെ നയത്തെയും പരിപാടിയെയും ഈ കേന്ദ്ര ഏജൻസികൾ വിശകലനം ചെയ്യുന്നതിന് തുല്യമാണ്. അജണ്ടകൾക്കനുസരിച്ച് മാധ്യമങ്ങളിലേക്ക് മൊഴികൾ പ്ലാന്റ് ചെയ്യുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാദം. ഇങ്ങനെ സർക്കാരിന്റെ രാഷ്ട്രീയ പ്രതിച്ഛായയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള സെലക്റ്റീവായിട്ടുള്ള തെരഞ്ഞെടുത്ത മൊഴികൾ മാത്രം മാധ്യമങ്ങളിൽ അന്വേഷണ ഏജൻസികൾ പ്ലാന്റ് ചെയ്യുന്നു. ഏജൻസികൾ അധികാര പരിധി കടന്നും അന്വേഷണം ആരംഭിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാദം. NIA ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ഒരു ഏജൻസിക്കും ക്രോസ് ഇൻവെസ്റ്റിഗേഷന് സാധ്യതയില്ല എന്നിരിക്കെ EDയും ഈ CBIയും ഒപ്പം എത്തിക്കൊണ്ടിരിക്കുന്ന കസ്റ്റംസും അധികാര പരിധി കടന്നും അന്വേഷിക്കുന്നുവെന്ന വാദം കൂടി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുവെന്നർത്ഥം. ഇങ്ങനെ സർക്കാരിന്റെ പ്രധാനപ്പെട്ട വാദങ്ങളെല്ലാം രാഷ്ട്രീയ വഴിയിലേക്ക് അന്വേഷണ ഏജൻസികൾ പോകുന്നുവെന്ന സംശയമാണ് ജനിപ്പിക്കുന്നത്. ED തെളിവ് വിട്ട തിരക്കഥയെ പിന്തുടരുന്നോ? ഈ ചോദ്യത്തിന് കുരുക്കാകുന്നതാണ് ഒടുവിലെത്തിയ സ്വപ്ന സുരേഷിന്റെ ഈ ശബ്ദരേഖ. കേസിൽ മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ അന്വേഷണ ഏജൻസികൾ നിർബന്ധിക്കുന്നുവെന്ന് സ്വപ്ന ആ സംഭാഷണത്തിൽ പറയുന്നു. പക്ഷേ ഇനിയും ആ ശബ്ദരേഖ സ്വപ്ന സുരേഷിന്റേത് തന്നെയാണോ എന്നുള്ളത് അന്വേഷണ ഏജൻസി, പ്രത്യേകിച്ചും കേരള പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല, ജയിൽ വകുപ്പും സ്ഥിരീകരിച്ചിട്ടില്ല. കേസിൽ രാഷ്ട്രീയ നേതാക്കളുടെ പേര് പറയാത്തതുകൊണ്ടാണ് താൻ ഇരയാക്കപ്പെട്ടതെന്ന് M. ശിവശങ്കർ കോടതിയെ നേരത്തെ അറിയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ സംഭാഷണം എത്തുന്നത് എന്നത് കൂടി ഓർക്കണം. അപ്പോൾ പ്രതി പറയുന്നതോ വേദവാക്യം എന്ന ചോദ്യം തിരികെ എറിയരുത്. ദേശീയ ഏജൻസികൾ എത്ര കണ്ട് നല്ല പുള്ളികളെന്ന് നമ്മൾ പല കാല അനുഭവങ്ങളിലൂടെ കണ്ടവരാണ്. അതുകൊണ്ട് ഇവരെയും കേട്ടേ പറ്റൂ. അട്ടക്കുളങ്ങരയ്ക്കുള്ളിൽ നിന്ന് കേൾക്കുന്ന സ്വപ്നയുടെ പുതിയ ശബ്ദരേഖ കേസിനെ സാരമായി തന്നെ സ്വാധീനിക്കും. M. ശിവശങ്കറിനോടൊപ്പം ഒക്ടോബറിൽ UAE പോയി CMനു വേണ്ടി ഫിനാൻഷ്യൽ നെഗോഷിയേഷൻസ് ചെയ്തിട്ടുണ്ട് എന്ന് ഏറ്റുപറയാൻ നിർദ്ദേശം ലഭിച്ചെന്ന ശബ്ദ സന്ദേശം കേസിലെ സർക്കാർ ED പോരാട്ടത്തെ പുതുവഴിയിലേക്ക് നാട്ടും.
ED കള്ളമൊഴി നിർമ്മാണ യൂണിറ്റ് എന്ന വാദമുയർത്തുന്ന സർക്കാർ പരിചയ്ക്ക് എന്തായാലും ബലം കൂട്ടും പുതിയ വഴിത്തിരിവുകൾ. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പേര് പറഞ്ഞാൽ അറസ്റ്റ് ഒഴിവാക്കാമെന്ന് അന്വേഷണ ഏജൻസികൾ അറിയിച്ചുവെന്ന M. ശിവശങ്കറിന്റെ ആരോപണത്തിന് തൊട്ടു പിന്നാലെ എത്തുന്ന സന്ദേശം സർക്കാർ വാദത്തെ ബലപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ കിട്ടുന്ന തട്ടുകളിലെല്ലാം അതിലൂന്നി പ്രതിരോധം മാറ്റുന്നതും. ഇതിനകം അന്വേഷണ ഏജൻസികൾ നടത്തിയ പല അന്വേഷണ രീതികളെയും നോക്കിയാൽ മുഖ്യമന്ത്രിയെ കൊടുക്കാനാകുമോ എന്നുള്ള നിലയിലേക്ക് അത് വഴിതിരിച്ചു വിടാൻ ശ്രമിച്ചു എന്ന് വ്യക്തമാവുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇതെല്ലാം പരിഗണിച്ച് തന്നെയാണ് ശക്തമായ പ്രതിരോധം ഇടതുപക്ഷം രൂപപ്പെടുത്തുക. ഇനി രാഷ്ട്രീയം വിട്ട് നിയമത്തിലേക്ക് വന്നാലും EDയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് പുറത്തു വന്ന ഓഡിയോ. NIA കസ്റ്റംസിനെ തിരുത്തി ലോക്കറിലെ പണം ലൈഫ് കമ്മീഷൻ എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന നീക്കവും EDക്ക് കുരുക്കായിരുന്നു. ശിവശങ്കർ കസ്റ്റംസിനെ വിളിച്ചിരിക്കാമെന്ന ആരോപണത്തിനും വസ്തുതയില്ലെന്നിരിക്കെ വാട്സപ്പ് ചാറ്റുകൾ മറച്ചുവെന്ന ആരോപണം നിലനിൽക്കെ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ കള്ളമൊഴിയാണ് സമർപ്പിച്ചതെന്ന് തെളിഞ്ഞാൽ ED ഉദ്യോഗസ്ഥർ വിചാരണവേളയിൽ പ്രതിക്കൂട്ടിലാകും. അതുകൊണ്ട് തന്നെയാണ് ഓഡിയോ പുറത്തു വന്നതിന്റെ വഴി തേടി ഏജൻസികൾ പരക്കം പായുന്നതും. എന്തൊക്കെയായാലും ED സർക്കാർ പോര് കനക്കുമെന്ന സൂചനകൾ തന്നെയാണ് പുതിയ ട്വിസ്റ്റും നൽകുന്നത്.